നമസ്കാരം. നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 ജൂലൈ 19 ശനി. 24 മണിക്കൂർ 1200 നിയമനം. ചരിത്രം കുറിച്ച് PSC. പട്ടികയിൽ നിയമനം ലഭിച്ചത് 9,000 പേർക്ക്. രാജ്യത്ത് PSC വഴി ഏറ്റവും കൂടുതൽ നിയമനം നടത്തുന്നത് കേരളം. ഒരു ഒഴിവ് റിപ്പോർട്ട് ചെയ്യാൻ ഉറക്കമിളച്ച ജീവനക്കാർ. രാത്രി 11:49. മിഷൻ സക്സസ്. ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കുന്ന അവസാന മണിക്കൂറുകളിലും പരമാവധി പേർക്ക് നിയമനം ഉറപ്പാക്കി സംസ്ഥാന സർക്കാർ. അവസാന 24 മണിക്കൂർ വിവിധ വകുപ്പുകളിലായി 1200ഓളം ഒഴിവിൽ കൂടി നിയമനം സാധ്യമാക്കിയാണ് കേരള PSC പൊതുചരിത്രം കുറിച്ചത്. റാങ്ക് പട്ടികയുടെ കാലാവധി വ്യാഴം അർദ്ധരാത്രി അവസാനിച്ചപ്പോൾ 9,000ഓളം പേർക്കാണ് നിയമന ശുപാർശ ഉറപ്പാക്കിയത്. സ്പെഷ്യൽ ഡ്രൈവിലൂടെ വിവിധ തസ്തികകളിൽ പരമാവധി ഒഴിവ് റിപ്പോർട്ട് ചെയ്യിപ്പിച്ചും വരാനിരിക്കുന്ന എല്ലാ ഒഴിവും മുൻകൂട്ടി കണക്കാക്കി റിപ്പോർട്ട് ചെയ്തുമാണ് ഇത് സാധ്യമാക്കിയത്. കേരളത്തിലെ ആകെ നിയമന കണക്ക്. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള 2016 മെയ് മുതൽ ഉള്ള കണക്ക്. 2016 26,247. 26,247. 2017 35,911. 2018 28,025. 2019 34,854. 2020 25,913. 2021 26,724. 2022 23,053. 2023 34,110. 2024 34,194. 2025 ഇതുവരെ 11,964. ഒഴിവ് റിപ്പോർട്ട് ചെയ്യാൻ ഉറക്കമിളച്ച ജീവനക്കാർ. രാത്രി 11:49 വരെ മിഷൻ സക്സസ്. കാലാവധിയാകുന്ന റാങ്ക് പട്ടികയിലേക്ക് ഒരു ഒഴിവ് കൂടി റിപ്പോർട്ട് ചെയ്യാൻ 2 വകുപ്പുകളിലെ ജീവനക്കാർ രാത്രി 12 മണിവരെ ഇരുന്ന് നടത്തിയ ഇടപെടലിന് വിജയപര്യവസാനം. കാസർഗോഡ് വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസിലെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരൻ ഗിരീഷ് കുമാർ ട്രഷറി LD ക്ലർക്ക് ബൈ ട്രാൻസ്ഫർ പ്രൊമോഷൻ പട്ടികയിൽ ഇടം പിടിക്കുന്നിടത്താണ് തുടക്കം. വ്യാഴം പകൽ PSC സൈറ്റിൽ പട്ടിക വന്നു. 3:15 ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ഹോൾഡർമാർ NGO യൂണിയൻ നേതാക്കളുടെ സഹായം തേടുന്നു. ഗിരീഷ് കുമാർ വനിതാ ശിശു വികസന വകുപ്പിൽ നിന്ന് വിടുതൽ നേടി ട്രഷറി വകുപ്പിൽ ജോയിൻ ചെയ്യണം. എല്ലാം രാത്രി 12 മുമ്പ് നടന്നാൽ റാങ്ക് പട്ടികയിൽ നിന്ന് ഒരാൾ കൂടി നിയമിക്കപ്പെടും. ചരിത്രം കുറിച്ചാണ് PSC ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. രാത്രി 9:30 ഇങ്ങനെ ഒരു ഒഴിവുണ്ടാകുന്നതിനെക്കുറിച്ചുള്ള വിവരം കാസർകോട്ടെ ഓഫീസിൽ നിന്ന് ലഭിച്ചത്. ഒരാൾക്ക് ജോലി ലഭിക്കുന്ന കാര്യമല്ലേ, എപ്പോഴായാലും അതിന് സന്നദ്ധമാവുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഹരിത V. കുമാർ, വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ. എനിക്ക് ജോലി കിട്ടുമെന്നുറപ്പില്ല, പക്ഷേ എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന ഏതെങ്കിലും ജീവനിൽ അത് വെളിച്ചം വീശും. ദൈവം അമ്പലങ്ങളിലെ ബിംബങ്ങളും കോലങ്ങളും മാത്രമല്ല, ചിലപ്പോൾ മനുഷ്യരായി നമുക്ക് മുന്നിൽ അവതരിക്കും. ശ്രീജ G. നായർ, റാങ്ക് ഹോൾഡർ, കാസർഗോഡ് ചെറുവത്തൂർ ഒരി. കഴിഞ്ഞ ദിവസം ഷോക്കേറ്റ് മരിച്ച മിഥുൻ്റെ വീട്ടിലെത്തിയ മന്ത്രിമാരായ V. ശിവൻകുട്ടി, KN ബാലഗോപാൽ എന്നിവർ അച്ഛൻ മനുവിനെ ആശ്വസിപ്പിക്കുന്നു. മുൻ മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മ, CPM ജില്ലാ സെക്രട്ടറി സുദേവൻ എന്നിവർ സമീപം. ആശ്വസിപ്പിച്ച് മന്ത്രിമാർ. വിദ്യാർത്ഥിയുടെ മരണം. പ്രധാന അധ്യാപികയ്ക്ക് സസ്പെൻഷൻ.
മാനേജ്മെന്റിന് നോട്ടീസ്. കർശന നടപടിയുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. സഹോദരന്റെ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസ ചെലവുകൾ ഒഴിവാക്കും. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കറ്റ് മരിച്ച സംഭവത്തിൽ പ്രധാന അധ്യാപിക എസ് സുജയെ സസ്പെൻഡ് ചെയ്തു. മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം സ്കൂൾ മാനേജ്മെന്റാണ് നടപടിയെടുത്തത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് മന്ത്രിക്ക് വിശദ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. KSEB 5 ലക്ഷം രൂപ നൽകി. മിഥുന്റെ കുടുംബത്തിന് KSEBയുടെ സമാശ്വാസ ധനസഹായമായ 5 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. മിഥുന്റെ വീട്ടിലെത്തി കോവൂർ കുഞ്ഞുമൻ MLA ആണ് ചെക്ക് നൽകിയത്. നിമിഷപ്രിയയുടെ മോചനം മധ്യസ്ഥ സംഘത്തെ അയക്കുന്നത് കേന്ദ്രം തീരുമാനിക്കണം. നിമിഷപ്രിയയുടെ മോചന ചർച്ചകൾക്കായി മധ്യസ്ഥ സംഘത്തെ യമനിൽ പോകാൻ അനുവദിക്കുന്ന ആവശ്യത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കണമെന്ന് സുപ്രീം കോടതി. കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബത്തോട് മാപ്പപേക്ഷിക്കാനും ദിയാദന ചർച്ച നടത്താനും 6 അംഗ നയതന്ത്ര മധ്യസ്ഥ സംഘത്തെ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. കേരളത്തിൻ്റെ ഒറ്റക്കെട്ടായ അഭ്യർത്ഥന തള്ളി കടൽമണൽ ഖനനവുമായി കേന്ദ്രം ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം തകർക്കും. മത്സ്യസമ്പത്തിനും ആഴക്കടലിലെ ജൈവ വൈവിധ്യത്തിനും കനത്ത ആഘാതമേൽപ്പിക്കുന്ന കടൽമണൽ ഖനനത്തിനെതിരെ ഒറ്റക്കെട്ടായി കേരള നിയമസഭ പാസാക്കിയ പ്രമേയത്തിന് പുല്ലുവില കൽപ്പിച്ച് ടെൻഡർ നടപടികളുമായി കേന്ദ്ര സർക്കാർ. ഖനനത്തിനായി ലേലത്തിൽ പങ്കെടുക്കുന്നതിനുള്ള ടെൻഡർ രേഖകൾ കമ്പനികൾ 28 സമർപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. കേരള സർവകലാശാല അടിയന്തര സിൻഡിക്കേറ്റ് വിളിക്കും. കേരള സർവകലാശാലയിൽ എത്രയും പെട്ടെന്ന് സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ താൽക്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിനോട് നിർദ്ദേശിച്ചതായി മന്ത്രി ആർ ബിന്ദു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നൊമ്പരമായി മിഥുൻ. സങ്കടക്കടലിൽ ഒപ്പം ചേർന്ന മന്ത്രിമാർ. മിഥുനും കുടുംബത്തിനുമൊപ്പമാണ് സർക്കാർ. മിഥുന്റെ വേർപാട് നൊമ്പരത്തിലാണ്ട് നാടാകെ. ആശ്വാസവുമായി സർക്കാർ. മിഥുന്റെ സംസ്കാരം ഇന്ന്. മാനേജർക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. പ്രധാന അധ്യാപികയ്ക്ക് സസ്പെൻഷൻ. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത് UDF പഞ്ചായത്ത്. തേവലക്കര ബോയ്സ് ആൻഡ് ഗേൾസ് ഹൈസ്കൂളിൽ സുരക്ഷാ പരിശോധന നടത്തി. ഈ അധ്യയന വർഷവും കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത് UDF ഭരണത്തിലുള്ള മൈനാഗപ്പള്ളി പഞ്ചായത്ത്. മെയ് 13 പൊതുവിദ്യാഭ്യാസ സുരക്ഷ സംബന്ധിച്ച് പുറപ്പെടുവിച്ച സർക്കുലർ പ്രകാരം സ്കൂൾ മാനേജ്മെന്റ് പഞ്ചായത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകുകയായിരുന്നു. തുടർന്ന് പഞ്ചായത്തിൽ നിന്ന് എത്തി പരിശോധന നടത്തി ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇതിനാവശ്യമായ നടപടി മാനേജ്മെന്റ് സ്വീകരിക്കുകയും പഞ്ചായത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തു. കരുതൽ കരങ്ങൾ അറ്റുവീണു. സുജിൻ തനിച്ചായി. സ്കൂളിനുള്ളിലൂടെ വൈദ്യുതി ലൈൻ 40 വർഷം മുമ്പ്. തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ ഭരണസമിതി പ്രസിഡന്റായി കോൺഗ്രസ് നേതാക്കളും. കൊല്ലം DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ് 2001-2002 കാലത്ത് ഈ സ്കൂളിൽ പ്രധാന അധ്യാപകൻ ആയിരുന്നു. നിലവിൽ PTA പ്രസിഡന്റ് കോൺഗ്രസ് നേതാവാണ്. വൈദ്യുതി വകുപ്പ് 5 ലക്ഷം രൂപ കൈമാറി. മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന നിരുത്തരവാദപരം. P രാജീവ്. MA ഷോ രക്തസാക്ഷി ദിനത്തിലാണ്. എത്രമാത്രം നിരുത്തരവാദപരമായി കോൺഗ്രസ് ഇന്ത്യൻ സാഹചര്യങ്ങളെ സമീപിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനയെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം P രാജീവ് പറഞ്ഞു. അഞ്ചൽ തടിക്കാട് MA ഷോ രക്തസാക്ഷി ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. CPIM-ന്റെയും RSSന്റെയും ആശയത്തെ ഒരേപോലെ എതിർക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അദ്ദേഹം ഇത് പറയുമോ? എണ്ണത്തിലുള്ള വലിപ്പത്തേക്കാൾ ആശയത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും കരുത്തിൽ BJPക്കെതിരെയുള്ള പോരാട്ടം മുന്നിൽ നിന്ന് നയിക്കുന്ന CPIM-നെ RSSനെ പോലെ തന്നെ എതിർക്കുന്നുവെന്ന് എങ്ങനെ അദ്ദേഹത്തിന്
പറയാൻ കഴിയുന്നു. ഇതാണ് കോൺഗ്രസിന്റെ ദൗർബല്യം. വാളയാർ കടന്നാൽ എങ്ങനെയും CPM-നെ എതിർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് മാത്രമായി കോൺഗ്രസ് ചുരുങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. സംരംഭക അവസരമൊരുക്കി കുടുംബശ്രീ. അറിവാണ് ലഹരി 22-ന് തുടക്കം. ഷോപ്സ് ജില്ലാ സമ്മേളനത്തിൽ ഉജ്ജ്വല തുടക്കം. CV പത്മരാജന്റെ കുടുംബത്തെ ആശ്വസിപ്പിച്ച് രാഹുൽ ഗാന്ധി. കാവ്യവൽക്കരണം അവസാനിപ്പിക്കണം KSCB-OA. നഷ്ടപ്പെട്ടത് കേരളത്തിന്റെ മകൻ. ഗുരുതര വീഴ്ചകൾ അംഗീകരിക്കാനാകില്ല. എന്തു ചെയ്താലും ശമ്പളം കിട്ടുമെന്ന മനോഭാവം അംഗീകരിക്കാനാകില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മിഥുന്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു. നഷ്ടപ്പെട്ടത് കേരളത്തിന്റെ മകനെയാണെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് റാങ്ക് പട്ടികയുടെ കാലാവധി കഴിഞ്ഞു. അടുത്ത ദിവസം പുതിയ പട്ടിക. കോൺഗ്രസ് പിരിച്ച ഫണ്ടിനും കണക്കില്ല. മുണ്ടക്കൈ ദുരന്തത്തിന് 1 വർഷം തികയുമ്പോൾ യൂത്ത് കോൺഗ്രസിന് പിന്നാലെ കോൺഗ്രസ് പിരിച്ച ഫണ്ടിനും കണക്കില്ല. ഫണ്ട് പിരിക്കാൻ ഉണ്ടാക്കിയ പ്രത്യേക ആപ്പും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. മുണ്ടക്കൈയെ പുനർനിർമ്മിക്കാൻ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് നാടാകെ മനസ്സറിഞ്ഞ് സംഭാവന ചെയ്യുമ്പോഴായിരുന്നു അതിന് സഹകരിക്കാതെ സ്വന്തമായി 100 വീട് നിർമ്മിക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. സമ്മർദ്ദത്തിന് വഴങ്ങി VC 20 ദിവസത്തിനു ശേഷം കേരളയിലെത്തി. വാർത്താ സമ്മേളനത്തിനിടെ പ്രകോപിതനായി ഇറങ്ങിപ്പോയി. ഡോക്ടർ KS അനിൽകുമാർ നോക്കിയ ഫയലിൽ ഒപ്പിട്ടില്ല. VC പദവിയിലാണോ പങ്കെടുക്കുന്നതെന്ന് പരിശോധിക്കും മന്ത്രി R. ബിന്ദു. RSS പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് നിലവിൽ VC-മാർക്ക് വിലക്കില്ലെങ്കിലും വൈസ് ചാൻസലർ എന്ന പദവിയിലാണ് പങ്കെടുക്കുന്നതെന്ന് പരിശോധിക്കും. കോലീബി അജണ്ട നടക്കില്ല. വേടന്റെ പാട്ട് കുട്ടികൾ പഠിക്കും. BJP സിൻഡിക്കേറ്റ് അംഗവും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുമാണ് ചാൻസലർക്ക് പരാതി നൽകിയത്. ചാൻസലർ നടത്തിയ ശ്രമങ്ങൾക്ക് കീഴടങ്ങില്ലെന്ന് സിൻഡിക്കേറ്റ്. കോലീബി അജണ്ട നടക്കില്ല. വേടന്റെ പാട്ട് കുട്ടികൾ പഠിക്കും. വേടന്റെ റാപ്പ് സംഗീതവും ഗൗരിലക്ഷ്മിയുടെ കഥകളി സംഗീതവും കാലിക്കറ്റ് സർവകലാശാല 4 വർഷ ബിരുദ വിദ്യാർത്ഥികൾ പഠിക്കും. 2 പാഠഭാഗങ്ങളും ഒഴിവാക്കാൻ RSS നേതാവായിരുന്ന ചാൻസലർ നടത്തിയ ശ്രമങ്ങൾക്ക് കീഴടങ്ങില്ലെന്ന് സിൻഡിക്കേറ്റ് വ്യക്തമാക്കി. പാഠഭാഗം ഒഴിവാക്കേണ്ട സാഹചര്യമില്ലെന്ന് ബോർഡ് ഓഫ് സ്റ്റഡീസ് അധികൃതരും അറിയിച്ചു. താൽക്കാലിക VC ഡോക്ടർ P. രവീന്ദ്രനെ ഉപയോഗിച്ച് BJP-യും കോൺഗ്രസും SUCI-യും തയ്യാറാക്കിയ തിരക്കഥയാണ് പൊളിഞ്ഞത്. 4 വർഷ ബിരുദ കോഴ്സിന്റെ BA മലയാളം 3-ാം സെമസ്റ്റർ സിലബസിലാണ്. താരതമ്യ പഠനത്തിൽ വേടന്റെ ഭൂമി, ഞാൻ വാഴുന്നിടം, റാപ്പ് സംഗീതവും ഗൗരിലക്ഷ്മിയുടെ അജിത ഹരേ കഥകളി സംഗീതത്തിന്റെ നൃത്താവിഷ്കാരവും ഉൾപ്പെടുത്തിയത്. ഇതിനെതിരെ BJP സിൻഡിക്കേറ്റ് അംഗം AK അനുരാജും SUCI നേതാവ് ഷാജിർ ഖാനും കോൺഗ്രസ് നേതാവ് RS ശശികുമാറും നേതൃത്വം നൽകുന്ന സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചാൻസലർക്ക് പരാതി നൽകിയത്. ഇതിനിടെ VC റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡോക്ടർ MM ബഷീറിനെ നിയോഗിച്ചു. പാഠഭാഗങ്ങൾ ഒഴിവാക്കാൻ ബഷീർ ശുപാർശയും നൽകി. എന്നാൽ ബോർഡ് ഓഫ് സ്റ്റഡീസും അക്കാദമിക് കൗൺസിലും ചേർന്നാണ് നിലപാട് എടുക്കേണ്ടത്. പുറത്തുനിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് നിലപാടെടുക്കേണ്ട ഒരു ബാധ്യതയും ബോർഡ് ഓഫ് സ്റ്റഡീസിനില്ലെന്നും ഡോക്ടർ MM ബഷീറിന്റെ റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും ചെയർമാൻ ഡോക്ടർ M. അജിത് ദേശാഭിമാനിയോട് പറഞ്ഞു. നിർദ്ദേശം നടപ്പാക്കണമെങ്കിൽ ഇടതുപക്ഷ സിൻഡിക്കേറ്റിന്റെയും അനുമതി വേണം. അതുണ്ടാകില്ലെന്നും വ്യക്തം. ദേശാഭിമാനി എഡിറ്റോറിയൽ. അസമിലെ തീക്കാറ്റ്. വംശീയ ഏറ്റുമുട്ടലുകളുടെ മുറിവുകളിൽ നിന്ന് രക്തം പടർന്ന ഭൂപടമാണ് അസമിൻ്റേത്. വിഭജനകാലം നടന്ന കുടിയേറ്റങ്ങളും പിന്നീടുണ്ടായ വംശീയ പ്രശ്നങ്ങളും ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തെ നിരന്തരം കലുഷിതമാക്കിയിട്ടുണ്ട്. മതാടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്നതിനെതിരെ ആദ്യം പ്രതിഷേധം തുടങ്ങിയ സംസ്ഥാനമാണ് അസം. 2019 ഡിസംബറിൽ പൗരത്വ നിയമത്തിനെതിരെ സമരം നടത്തിയവർക്ക് നേരെയുണ്ടായ പോലീസ് വെടിവയ്പിൽ 5 പേർ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ
ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതിന് പിന്നാലെയും അസമിൽ വലിയ പ്രതിഷേധങ്ങളുണ്ടായി. അസമിലെ മുസ്ലിങ്ങളെല്ലാം അനധികൃത കുടിയേറ്റക്കാരും ബംഗ്ലാദേശികളുമാണെന്ന തരത്തിലുള്ള പ്രചാരണം ശക്തിപ്പെടുത്തി മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നേതൃത്വത്തിലുള്ള ശുദ്ധീകരണ പ്രക്രിയ പലയിടത്തും കലാപസമാനമായ സ്ഥിതി സൃഷ്ടിച്ചിരുന്നു. അനധികൃത കുടിയേറ്റക്കാർ ഇറക്കിവിടാനെന്ന പേരിൽ നടക്കുന്ന സ്റ്റേറ്റ് സ്പോൺസേഡ് അതിക്രമത്തിൻ്റെ ഫലമായി കഴിഞ്ഞ ദിവസം ഗോൾപാറ ജില്ലയിലെ പൈക്കാൻ റിസർവ് ഫോറസ്റ്റിൽ ഒരാളുടെ ദാരുണ മരണത്തിന് ഇടയാക്കി. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന അപലപനീയം. എം.എ. ബേബി. RSSനെയും CPIഎമ്മിനെയും ആശയപരമായി എതിർക്കുമെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന അപലപനീയമെന്ന് CPIഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബി. കേരളത്തിൽ RSSനെ ആശയപരമായും രാഷ്ട്രീയമായും പ്രതിരോധിക്കുന്നതിന് മുന്നണിയിലുള്ള പാർട്ടിയാണ് CPIഎം. വിദ്യാർത്ഥികളും യുവാക്കളുമടക്കം CPIഎമ്മിൻ്റെ നൂറുകണക്കിന് സഖാക്കളെയാണ് RSSകാർ കൊലപ്പെടുത്തിയത്. കേരളത്തിലും രാജ്യത്തുടനീളവും RSSനെ പ്രതിരോധിക്കാൻ CPIഎം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ രാഹുൽ ഗാന്ധി മനസ്സിലാക്കണം. 2004 CPIഎമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ മൻമോഹൻ സിംഗ് സർക്കാർ യാഥാർത്ഥ്യമാകില്ലായിരുന്നെന്ന് വസ്തുത രാഹുൽ ഓർക്കണം. അശ്രദ്ധമായും ബാലിശമായുമാണ് രാഹുൽ CPIഎമ്മിനെയും RSSനെയും ആശയപരമായി പ്രതിരോധിക്കുമെന്ന് പ്രസ്താവിച്ചത്. സാമ്പത്തിക നയങ്ങളടക്കം പല കാര്യങ്ങളിലും CPIഎമ്മിന് കോൺഗ്രസിനോട് കടുത്ത വിയോജിപ്പുണ്ട്. എന്നാൽ ഇതുപോലുള്ള നിരുത്തരവാദപരമായ വിമർശനങ്ങൾ നടത്തില്ല. CPIഎമ്മിനെ വിമർശിക്കാനുള്ള വ്യഗ്രതയിലാകാം ഇത്തരം തെറ്റായ പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായെന്നും എം.എ. ബേബി പറഞ്ഞു. +1 ഒഴിഞ്ഞുകിടക്കുന്നത് 24,999 മെറിറ്റ് സീറ്റ്. ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം. കൊല്ലത്താണ് കൂടുതൽ സീറ്റുകൾ ഒഴിവുള്ളത്. ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിൻ്റെ അലോട്ട്മെൻറ്റ് നടപടികൾ പൂർത്തിയായപ്പോൾ സംസ്ഥാനത്ത് ഒഴിഞ്ഞുകിടക്കുന്നത് 24,999 മെറിറ്റ് സീറ്റ്. ഇപ്പോൾ ഒരുത്തനും മലപ്പുറത്തും കിലപ്പുറത്തും ഒരുത്തനും കിടന്ന് പറയണ്ടല്ലേ, സീറ്റില്ലേ, കുട്ടികൾ വലയുന്നു. കോൺഗ്രസ് യുവനേതാക്കൾ ജനവികാരം മനസ്സിലാക്കണം. രാഹുൽ ഗാന്ധി. സഹകരണ സംഘത്തിൽ 1.5 കോടിയുടെ തട്ടിപ്പ്. BJP ബ്ലോക്ക് പഞ്ചായത്ത് അംഗമടക്കം 2 പേർ അറസ്റ്റിൽ. സ്വാഭാവികം. BJP നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിൽ 1.5 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ്. ബ്ലോക്ക് പഞ്ചായത്ത് BJP അംഗമടക്കം 2 പേർ അറസ്റ്റിൽ. യൂത്ത് ലീഗും ഫിറോസും കാണണം പൂത്തക്കൊല്ലിയിൽ പൂത്ത പുത്തുമല.